അപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകൻ രജീഷ് രത്നാകരൻ ചോദിക്കുന്നുണ്ട്, ഈ വനിതാ ദിനത്തിൽ ആ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ സമരത്തിലിരിക്കുന്നത് വളരെ സങ്കടകരമാണെന്ന് രജീഷ് പറയുന്നുണ്ട്. സങ്കടകരമാണ് രജീഷ്. നമ്മൾ ആ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നതും. ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ നടത്തിവരുന്ന സമരം 27ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ഈ വനിതാ ദിനമൊക്കെ ആഘോഷിക്കുന്ന സമയമാണ്. ആശമാർക്ക് പിന്തുണ അറിയിച്ച് സർക്കാർ ഇതുവരെ ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു മയപ്പെടലിനോ ഒന്നും തയ്യാറായിട്ടില്ലെങ്കിൽ പോലും ഓരോ ദിവസവും ആശാ വർക്കർമാർക്ക് പിന്തുണ അറിയിച്ച് കലാ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരൊക്കെ സമരപ്പന്തലിൽ നിത്യേന എത്തുന്നുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇന്നും ഒരുപാട് പേര് ഈ സമരപ്പന്തലിൽ എത്തും എന്ന് അറിയാനും കഴിയുന്നു. അപ്പോൾ ബിനിൽ ലീല സാബു ഉണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. ബിനിൽ, നമ്മൾ ഇന്ന് വളരെ വിപുലമായി വിമൻസ് ഡേ ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ 27 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കലിൽ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായി ആശയേറ്റ ആശാ വർക്കർമാർ ഈ സമരത്തിലിരിക്കുന്നത്. ഇന്നിപ്പോൾ മഹാസംഗമം അടക്കം അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വിഷയത്തിൽ സർക്കാർ ഇനിയും ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. അപ്പോൾ എപ്പോഴാണ് സംഗമം? കൂടുതൽ പേർ അവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ബിനിൽ. സേതു, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടേ ഉള്ളൂ. സമയം രാവിലെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടില്ല. പക്ഷേ 10 മണിയോട് കൂടി കൂടുതൽ ആളുകൾ എത്തും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമരം 27 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇപ്പോഴും ആശാ വർക്കർമാർ സെക്രട്ടറി മുന്നിലെ ഈ സമരത്തിൽ തുടരുകയാണ്. വലിയ പിന്തുണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സമരത്തിന്, ആശാ വർക്കർമാരുടെ സമരത്തിന് ലഭിച്ചതാണ്. പ്രത്യേകിച്ച് അരുന്ധതി അടക്കമുള്ള എഴുത്തുകാരും അങ്ങനെ പ്രമുഖരായ പല ആളുകളും ഇവർക്ക് പിന്തുണ അറിയിച്ച് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഓണറേറിയം വർധന അടക്കമുള്ള കാര്യങ്ങൾ ആ തീരുമാനം ഉണ്ടാകുന്നതുവരെ സമരവുമായി മുന്നോട്ട് എന്ന് തന്നെയാണ് ഇവരുടെ നിലപാട്. ആ 27 ദിവസം പിന്നിടുമ്പോൾ സമരം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനപിന്തുണ തേടുന്നതിൻ്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ, പ്രത്യേകിച്ച് സേതു പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ വനിതാ ദിനമാണ്. വനിതാ ദിനം എന്ന് പറയുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ദിവസമാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യമുള്ളപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ വിപുലമായി ഈ വനിതാ ദിനം ആഘോഷിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഇവിടെ സെക്രട്ടറി മുന്നിൽ, അതായത് ഭരണശിലാകേന്ദ്ര മുഖ്യ താഴെ കുറച്ച് സ്ത്രീകൾ കഴിഞ്ഞ 27 ദിവസമായി സമരം ചെയ്യുകയാണ്. ആദ്യം ചർച്ചയ്ക്ക് തയ്യാറായെങ്കിലും പിന്നീട് ചർച്ചയിലേക്കൊന്നും കടന്നിട്ടില്ല. എന്തായാലും സമരം ശക്തമാക്കാൻ തന്നെയാണ് ഇവിടെ തീരുമാനമുള്ളത്. ഇന്നിപ്പോൾ വനിതാ ദിനമാണ്, സർക്കാർ ആഘോഷിക്കുന്നുണ്ട്, നിങ്ങളുടെ സമരം ചെയ്യുകയാണ്. എന്താണ് നിങ്ങളുടെ മുന്നോട്ട്? ഞങ്ങളും ഇവിടെ വലിയ സന്തോഷം. നമ്മുടെ ജില്ലയിലുള്ള എല്ലാ ആശമാരും വരും. അവരിന്ന് മനസ്സ് തുറന്ന് നമ്മളോടത്ത് സഹകരിക്കട്ടെ, നമുക്കതേ പറയാനുള്ളൂ. എന്നാലും ഞങ്ങൾ സമരത്തിലേക്ക് രണ്ടിലൊന്നും അറിയാതെ ഞങ്ങൾ പിന്മാറില്ല. ഇന്ന് ഞങ്ങളുടെ വനിതാ ദിനമായതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം. ജില്ല മൊത്തമുള്ള ആശാ വർക്കർമാർ വരെയാണ് ഇവിടെ വന്ന് നമ്മളും ഇതിനോടൊപ്പം പങ്കുചേരുന്നു. പിന്നെ അവർക്ക് മനസ്സലിവ് തോന്നി ഞങ്ങളോട് ഒന്ന് കനിവ് കാണിച്ചാൽ ഭഗവാനോട് ഞങ്ങൾ നന്ദി പറയും. ഈ ആദ്യം ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു, പക്ഷേ അത് പരാജയപ്പെട്ടു. പിന്നീട് ചർച്ച ഉണ്ടായില്ല. ഇതിനുള്ള സാധ്യതയുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. ചർച്ചയ്ക്ക് വിളിച്ചിട്ടുമില്ല, ഉണ്ടായിട്ടുമില്ല. ഇന്നെങ്കിലും എൻ്റെ ആറ്റുകാലമ്മയുടെ, ഞങ്ങൾ ഉള്ള സത്യം തുറന്ന് പറയുന്നതാണ്, ആറ്റുകാലമ്മയുടെ കനിവോടുകൂടി അവർ രണ്ടുപേരും, നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വന്ന് ഒരു നല്ല കാര്യം ഞങ്ങളോടത്ത് പറഞ്ഞാൽ, ഞങ്ങളുടെ നേതാക്കന്മാരോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. സേതു, ഇത് തന്നെയാണ് ഇവർ പറയുന്നത്. അവർ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഇപ്പോഴും സർക്കാർ അനുകൂലമായി അവർക്കനുസരിച്ച് തീരുമാനമെടുക്കുമെന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. എന്തായാലും ചർച്ചയ്ക്ക് ശരി ബിനില്. അപ്പോൾ ആശയേറ്റ ആശാ വർക്കർമാർ വനിതാ ദിനത്തിൽ ഇന്നെങ്കിലും സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകട്ടെ, ഇനിയൊരു മാറ്റത്തിലേക്ക് വരട്ടെ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആശമാർ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രം ഒരു കാര്യം പറയുന്നു, സംസ്ഥാനം അതിനെ ഖണ്ഡിക്കുന്ന മറ്റു കാര്യങ്ങൾ പറയുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയെ കാണാൻ പോയ KV തോമസിന്റെ കയ്യിൽ പോലും കൃത്യമായ രേഖകളൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. അതുമൊക്കെ ചർച്ചയാകുന്ന ഘട്ടമാണ്. ഇനിയെങ്കിലും കണ്ണു തുറക്കട്ടെ, ആശമാരെ ചേർത്ത് പിടിക്കട്ടെ നമ്മുടെ സർക്കാർ.